എപ്പോ ചെന്നാലും കുടുംബജോത്സര് പറയുമായിരുന്നു, ലക്ഷ്മി മോളെ വേദനിപ്പിക്കുന്നത് ആർക്കായാലും തിരിച്ചടി ഉണ്ടാവൂന്ന്. അതിത്തിരി വൈകിട്ടാണെങ്കിലും നിങ്ങളൊക്കെ മനസ്സിലാക്കിയത് നല്ലതാ. എന്നാ പിന്നെ പെട്ടെന്ന് റെഡിയായി നീ പോയി വിളിച്ചോണ്ട് വരാൻ നോക്ക്. വിളിക്കാന്നേ ഉള്ളൂ. വരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അവരുടെ ഭർത്താക്കന്മാരാ. പ്രതാപേട്ടൻ പറഞ്ഞതുപോലെ കരുണയുടെ കാര്യത്തിൽ സംശയത്തിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാ കണ്ണന് ലക്ഷ്മി പിരിഞ്ഞിരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പറ്റും. നിന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ പിന്നെ ആരെ കൊണ്ട് വരാനാ? കൊണ്ടുവരട്ടെ, അവളവളുടെ മോളെ ഇങ്ങ് കൊണ്ടുവരട്ടെ. പിന്നെ അവള് തിരിച്ചു പോവില്ല. അവളെ കണ്ണിന്റെ കൃഷ്ണമണിയെ പോലെ നോക്കുന്ന കണ്ണന്റെ അരികിലേക്ക്. ഞാനേ മോളെയും കരുണമോളെയും കൂട്ടിക്കൊണ്ടു പോകാനാ വന്നത്. ഞങ്ങൾ ഒരുമിച്ചോ? അതെ, നിന്റെ അച്ഛനും മുത്തശ്ശിയാ രണ്ടാളെയും കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞത്. കരുണയും ഉണ്ണിയും കൂട്ടിക്കൊണ്ട് ചെല്ലാൻ അച്ഛനും മുത്തശ്ശിയും പറഞ്ഞെങ്കിൽ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അതിനൊപ്പം എന്നെയും കൂട്ടാൻ വന്നത് അമ്മയുടെ തീരുമാനം മാത്രമല്ലേ? ഒരിക്കലും അല്ലേ, അവര് പറഞ്ഞിട്ട് തന്നെയാ ഞാൻ വന്നത്. ഒരിക്കലും കരുണയുടെ അച്ഛനും മുത്തശ്ശിയും അങ്ങനെ പറയില്ല. അവർക്ക് ഇവളെ കാണുന്നത് തന്നെ ദേഷ്യമല്ലേ? ആ ദേഷ്യമൊക്കെ പോയി. മോളെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ മോളുടെ അച്ഛനും മുത്തശ്ശിക്കും അതുപോലെ കരുണയ്ക്കും കരുണമോൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും ഒക്കെ നിലനിൽപ്പുള്ളൂന്ന് ദൈവത്തെ അറിയുന്ന ചിലര് പറഞ്ഞു. അതിന്റെ വെളിച്ചത്തില രണ്ടു മക്കളെയും കൂട്ടിക്കൊണ്ടുവരാൻ പ്രതാപേട്ടൻ എന്നോട് പറഞ്ഞത്. ഇതിനു പിന്നില് പ്രതാപന്റെ എന്തോ ഒരു കളിയുണ്ടല്ലോ. അമ്മേ, 100% ആത്മാർത്ഥതയോടെയാണോ അവരത് പറഞ്ഞത്? ആയതുകൊണ്ടല്ലേ ഞാൻ വന്ന് വിളിക്കുന്നത്. എന്തായാലും അമ്മ വാ, കണ്ണേട്ടനോട് വിവരം പറയാം. കണ്ണേട്ടൻ അനുവാദം തരാതെ എനിക്ക് വരാൻ പറ്റില്ല അമ്മേ. കണ്ണനോട് ചോദിച്ചിട്ട് മതി. ജീവിതത്തിൽ ആദ്യമായിട്ടാ മോളുടെ അച്ഛനും മുത്തശ്ശിക്കും മോളെ കാണണമെന്ന് പറയുന്നത്. അത് പഴയതുപോലെ മോളെ വേദനിപ്പിക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല, സ്നേഹിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നത്. അമ്മ വാ. നാടോടി സ്ത്രീയെ സമ്മതിക്കണം. നാടോടി സ്ത്രീ വന്നതും പിന്നെ ഈ ജോത്സ്യന്റെ പ്രവചനമൊക്കെ എന്റെ സൃഷ്ടിയല്ലായിരുന്നു മാമേട്ടാ. ഇപ്പൊ അവിടെ പറഞ്ഞു വിട്ടിരിക്കുക എന്റെ ഭാര്യയെ കരുണമോൾക്കൊപ്പം മഹാലക്ഷ്മിയും വിളിച്ചോണ്ട് വരാൻ. എന്തിനാണെന്ന് അറിയൂ? സ്നേഹിക്കാൻ. ആരൊക്കെ? ഞാൻ, പിന്നെ എന്റെ അമ്മ. സ്നേഹിച്ചവളെ വശം കെടുത്തിയിട്ടേ ഇന്ന് രാത്രി തന്നെ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ. എടോ, താനവളെ കൊല്ലാൻ പോവാണ്? അതെങ്ങനെ പറ്റും? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വീൽ ചെയറിനകത്ത് ഇരിക്കുന്നവനെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലേ? കർമ്മം മറ്റുള്ളവർ ചെയ്തോളും. എന്നാലും തന്നെ സംശയിക്കൂ. സംശയിക്കട്ടെ മാമേട്ടാ. അങ്ങനെ എന്നെ സംശയിച്ച് കേസ് കൊടുത്താലേ കുറെ നാളങ്ങ് കോടതി കയറി ഇറങ്ങേണ്ടി വരും. അത് ഞാൻ കയറി ഇറങ്ങും. ചിലപ്പോ രക്ഷപ്പെടും, അല്ലെങ്കിൽ അങ്ങ് അകത്താവും. എന്നാലും കുഴപ്പമില്ല. എന്റെ മോളുടെ പാദസേവ ചെയ്യാനായിട്ട് ഒരുത്തിയെ പറഞ്ഞു വിട്ടിട്ടേ അവിടെ ഭരിക്കായിരുന്നു ഇത്രയും ദിവസം. അത് കണ്ടും കേട്ടും ഞാൻ മടുത്തു. അതുപോലെ നിങ്ങൾക്കുമില്ലേ ഒരുപാട് പ്രശ്നങ്ങൾ? ഇപ്പൊ മേഘനാഥനെയും മഞ്ജുരിയും തമ്മിൽ വേർപിരിക്കണം എന്ന് പറയുന്ന ആരാ? മഹാലക്ഷ്മിയല്ലേ? കണ്ണനും അതിനെ അനുകൂലിക്കല്ലേ? അപ്പോ വേർപിരിക്കേണ്ട അവരെയല്ല, കണ്ണനെയും മഹാലക്ഷ്മിയും തന്നെയാ. എന്റെ മേഘന് പറ്റിപോലുള്ള അബദ്ധം പറ്റരുത്. വലിയ വലിയ സ്വപ്നങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാ സാഗറിനെ ഫിനാൻസിലേക്ക് കടത്തിവിട്ടത്. എന്നിട്ട് അവസാനം അവനെല്ലാം തൊലച്ചു കളഞ്ഞു. ഇത് പക്ഷെ അങ്ങനല്ല. രണ്ടും കൽപ്പിച്ച് തന്നെയാണ് മഹാലക്ഷ്മിയെ വിളിക്കാനായിട്ട് മോഹിനി പോയിരിക്കുന്നത്.
കണ്ണൻ അവൾക്കൊപ്പം മഹാലക്ഷ്മി ഒന്ന് വിട്ടാ മാത്രം മതി. ബാക്കിയെല്ലാം ഞാൻ ചെയ്തോളാം. അങ്ങനെ പെട്ടെന്ന് താനും തന്റെ അമ്മയും സ്വഭാവം മാറ്റി എന്നൊക്കെ പറഞ്ഞ അത് മഹാലക്ഷ്മിയും കണ്ണനും ഒക്കെ വിശ്വസിക്കുവോ? വിശ്വസിക്കുന്ന രീതിയിലാ മോഹിനിയുടെ മുമ്പിൽ എല്ലാം അവതരിപ്പിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായി ഞാനും എന്റെ അമ്മയും ഒക്കെ അവളെ സ്നേഹിക്കുന്നതിന്റെ ഒരു സന്തോഷം ഇപ്പൊ മോഹിനിക്കുണ്ടേ. അമ്മ മകളെ സ്നേഹത്തോടെ വിളിച്ചാ അവിടെ വരാതിരിക്കില്ല. പക്ഷേ കണ്ണനത്ര മണ്ടനൊന്നുമല്ല. ആ അമ്മേ, ദേ അമ്മയും മക്കളും എത്തി. മുത്തശ്ശിയുടെ കൊച്ചുമോൾ എത്തിയല്ലോ. നിക്കേതാ വരുന്നു മോളെ. മോളെ മോളെ മോക്ക് നീരസം തോന്നിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ലക്ഷ്മി മോളെ പ്രീതിപ്പെടുത്തിയില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കരയേണ്ടി വരും. മോളുടെ പ്രസവത്തെ പോലും അത് ബാധിക്കും. മോളെ, ഇവിടെ വന്ന നാടോടി സ്ത്രീയും അതുപോലെ പേരെടുത്ത ജോത്സ്യനും ഒരുപോലെ പറഞ്ഞു, മോൾക്കും മോൾക്ക് ജനിക്കുന്ന കുഞ്ഞിനും ഐശ്വര്യം ഉണ്ടാകാൻ മോള് മോളുടെ ചേച്ചിയെ സ്നേഹിക്കണമെന്ന്. മോളെ മോളെ ലക്ഷ്മി, ഞാനൊരു കാര്യം പറഞ്ഞ നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. നിന്നോട് ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ക്രൂരതയ്ക്കും ഞാൻ മാപ്പ് ചോദിക്കുക. അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ അച്ഛാ. ഈ സ്നേഹം അഭിനയാവാതിരുന്ന മാത്രം മതി. എന്റെ പൊന്നുമോളെ, വിഷുവിന്റെ അന്ന് നിന്നെ കാഴ്ച കാണാത്തത് ഭാഗ്യമാണെന്ന് ഇവൻ പറഞ്ഞ് നാക്കെടുത്തില്ല. ദേ കൈ പൊള്ളി. പാടുകണ്ടോ? അതിനുശേഷം ഞാൻ മോളെയും കൂട്ടി അമ്പലത്തിലേക്ക് വന്നപ്പോഴേ അവിടെ വെച്ച് മോളെ കണ്ടതിന്റെ പേരില് ദേവിയുടെ നടക്കിൽ വെച്ചല്ലേ ഞാനും ഇവളും കൂടെ മോളെ ആക്ഷേപിച്ചത്. തൊട്ടടുത്ത നിമിഷം തന്നെ ഞങ്ങള് രണ്ടാളും നടു ഇടിച്ചു വീണില്ലേ. നിന്റെ അമ്മ ചെയ്യുകയാലൊന്നും ഈ ജട മാറത്തില്ല. അതിനെ ഞാൻ തന്നെ ചെയ്യണം. ഇതുവരെ മുത്തശ്ശിന്റെ തലമുടി ചെയ്തു തന്നിട്ടില്ലല്ലോ. ആ ഇനി അങ്ങോട്ടെ അതായിരിക്കത്തില്ല ഇവിടുത്തെ രീതി. നീയാണ് ഈ വീട്ടിലെ മൂത്ത മോള്, അതുകൊണ്ട് നിനക്കായിരിക്കും ആദ്യ പരിഗണന. എല്ലാ വീട്ടിലും ഇളയ കുട്ടികൾക്കല്ലേ പരിഗണന കൂടുതൽ കൊടുക്കുന്നേ. ഇത്രയും നാള് കരുണ ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ചില്ലേ. സ്നേഹം കൊടുത്തു കൊടുത്തോളെ കൊന്നു വേണമെങ്കിൽ പറയാം. ഇനിയിപ്പൊ മോൾക്കാണ് മോൾ അർഹിക്കുന്ന സ്നേഹം കിട്ടേണ്ടത് അല്ലേ? ആ നോക്കട്ടെ. ഞാൻ ദേഷ്യം കാണിച്ചേക്കാം, എന്നാലേ അമ്മ അവളൊക്കെ സംശയിക്കാതിരിക്കും.
എന്താ മോളെ? അമ്മ കേട്ടില്ലേ ആരോ ജനലിൽ തട്ടിയത്? ആരാ ആരാ അത്? ആരോ മതിൽ ചാടി അകത്ത് കിടന്നിട്ടുണ്ടമ്മേ. അമ്മ അച്ഛനെ വിളിക്കേ. കൃത്യസമയത്ത് തന്നെ അവന്മാരെത്തി. എന്താടി മോഹിനി? പ്രതാപേട്ട, ആരും അകത്ത് കയറിയിട്ടുണ്ട്. അകത്ത് കയറിയെന്നോ? ആര്? അതൊന്നും അറിയത്തില്ല. ആരോ 2-3 തവണ നമ്മുടെ ജനലിൽ തട്ടിയിരുന്നു. ഒരു നിഴല് പോകുന്നതും കണ്ടു. ഓ, അത് പൂച്ച മറ്റോ ആയിരിക്കും മോഹിനി. അല്ല, എന്നെക്കാളും മുൻപേ കണ്ടത് മോളാ. കേട്ടോ? ആരോ തട്ടുന്ന ശബ്ദം കേട്ടോ? ആ ശരി, ഞാൻ ദേ വരുന്നു. ഞാനൊന്ന് തുറന്നു നോക്കിയാലോ അമ്മേ? അയ്യോ വേണ്ട, നമ്മ ഇങ്ങോട്ട് വാ. മോളെ മോളെ. അമ്മ വന്നേ. മോളെ, എന്ത് ശബ്ദം കേട്ടാലും മോള് പുറത്തോട്ട് വരണ്ട. മോള് നല്ല ഉറക്കമാണെന്ന് ഞാൻ പറഞ്ഞോളാം. നിന്റെ അമ്മയുടെ നിലവിളി തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ആ, അവിടെ അനങ്ങുന്നു. ചേടാ, ഇവിടെയൊന്നും ആരും കാണുന്നില്ലല്ലോടാ. ഡേ, നീ ശരിക്കും ശബ്ദം കേട്ടായിരുന്നോ? ഞാൻ മാത്രല്ലമ്മേ, ലക്ഷ്മി മോളും കേട്ടതാ. അവളിവിടെ വന്നപ്പോ മാത്രം ആരാ ഇങ്ങനെ ജനലിൽ മുട്ട് വിളിച്ചത്? ആ, അതാ ഞാനും ആലോചിക്കുന്നേ. ആ പ്രതാപ, ഇത് വല്ല പൂച്ച മറ്റേ ആകാനാ സാധ്യത കേട്ടോ. ശരിയാ, പൂച്ച ഇറങ്ങി ഓടിരോ. അമ്മേ, ഞാനൊരാളിന്റെ നേരില് കണ്ടു പറഞ്ഞതല്ലേ. ചേടാ, എന്നിട്ട് എവിടെ കാണുന്നില്ലല്ലോ.
അമ്മേ മോള് ഇനിയിപ്പോ ഞാൻ കണ്ണനോട് എന്തു പറയും? എന്നെ വിശ്വസിച്ച കണ്ണൻ എനിക്കൊപ്പം മോളെ വിട്ടത്. അതിന് ലക്ഷ്മിക്കൊന്നും സംഭവിച്ചില്ലല്ലോ അമ്മേ. സംഭവിച്ചില്ലെങ്കിൽ പിന്നെ മോളെവിടെ? അമ്മ ചെന്ന് തകർത്തവനിക്ക് ചെല്ലേ. എന്റെ മോഹിനി, നീയും പ്രതാപനും കൂടെ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് 10-25 വർഷമായില്ലേ? എന്നിട്ട് ഇന്ന് വരെ ആരെങ്കിലും ഈ ജനലി വന്ന് മുട്ടി നോക്കിയിട്ടുണ്ടോ? പിന്നെ ഇന്ന് മാത്രം ആരാടി ഇവിടെ വന്നത്? അതൊന്നും എനിക്കറിയില്ല. എന്റെ മോളെ ഞാനാ വിളിച്ചോണ്ട് വന്നത്. അത് പ്രതാപേട്ടനും അമ്മയും പറഞ്ഞിട്ട്. അതുകൊണ്ട് മോൾക്കൊരാപത്തും കൂടാതെ കണ്ണന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാ. അതിപ്പോ അവള് മാത്രമല്ലല്ലോ, മോളെ നീ തന്നെയല്ലേ കൂട്ടിക്കൊണ്ടുവന്നേ. എന്നിട്ട് മോളുടെ ജനലിൽ ആരും തട്ടി വിളിച്ചില്ലല്ലോ. നിങ്ങൾ ഇനി കഥകൾ ഉണ്ടാക്കാൻ നോക്കണ്ട. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട. എന്റെ മോളെ എനിക്ക് കൊണ്ടുത്ത ആരും മോളെ തട്ടിക്കൊണ്ടു പോയെന്നുള്ള കാര്യം ഉറപ്പാ. വീട് ഇവളെന്തൊക്കെയാ അമ്മ ഈ പറയുന്നേ? അവളെ ആര് തട്ടിക്കൊണ്ടു പോകാനാന്നേ? ഓ എന്റെ പൊന്ന് പ്രതാപ, നീ പുറത്തൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വാ. എല്ലായിടത്തും ഒന്ന് നോക്ക്. ചിലപ്പോ അവള് പുറത്ത് ആരോടെങ്കിലും സംസാരിച്ചോണ്ട് നിൽക്കായിരിക്കും. പെട്ടെന്ന് കണ്ണനോട് വിളിച്ച് വിവരം പറയാനൊന്നും നിൽക്കണ്ട. ഞാൻ തിരിച്ചു വരുമ്പോ മിക്കവാറും അവളെന്റെ കൂടെ തന്നെ കാണും. നീ പോയി എന്റെ ഒരു ഷർട്ട് എടുത്തോണ്ട് വാ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പോയി എടുത്തോളാം. നിങ്ങൾ വാ അടച്ചിട്ട് വേഗം കിടക്കാൻ നോക്കാം. എന്നാ വേഗം ആവട്ടെ. കൊണ്ട് കിടത്ത്. ഇതുപോലെ അപ്സരസായ ഒരു പെണ്ണിനെ എങ്ങനെയാടാ കൊക്കയിലോട്ട് വലിച്ചെറിയുന്നേ? അത് വേണ്ട. എന്നാ പിന്നെ ഇവക്ക് ബോധം തെളിയട്ടെ. മണത്ത സാധനത്തിന്റെ വീര്യം വെച്ചിട്ട് 3-4 മണിക്കൂർ കഴിഞ്ഞ് ഇവക്ക് ബോധം വരൂ. അതുവരെ അവളിവിടെ കിടക്കട്ടെ. അയാൾ വിളിക്കത്തില്ല അണ്ണ? അയാൾ ഇങ്ങോട്ട് വിളിക്കത്തില്ല. എല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് അങ്ങോട്ട് വിളിക്കാം. ശരി. നല്ല ആരോഗ്യമുള്ളൊരു പെണ്ണ, പക്ഷേ ആയുസില്ലാതെ പോയി. വാടാ പോവാം. എടാ എടാ മോനെ, എഴുന്നേക്ക്. എടാ പ്രതാപം വിളിച്ചടാ. അവള് മിസ്സിങ്ങാ, മഹാലക്ഷ്മി. അതായത് ഭാര്യയില്ലാത്തത് കൊണ്ട് കൂട്ടുകാരന്റെ തണല് തേടി പോയവന് ഇനി ഭാര്യയെ കാണാൻ പറ്റില്ല എന്നർത്ഥം. അതാണ് പ്രതീക്ഷ. ഇവിടെ നമ്മൾ സേഫാടാ. മഹാലക്ഷ്മിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തൂങ്ങാൻ പോകുന്നത് പ്രതാപനാ.
നീ ആരടാ? പോടാ പോടാ, വാടി ഇങ്ങോട്ട്. പേടിക്കണ്ട, ഇനി അവന്മാർക്ക് 4-5 ദിവസത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എവിടെയാന്ന് എനിക്കറിയില്ല. എനിക്കെല്ലാം അറിയാം. പെങ്ങള് വാ.